കലാപത്തിന് നേതൃത്വം നൽകിയ ഒരാളാണ് ഇന്ന് പ്രധാനമന്ത്രി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ 2014 മുതൽ ഇങ്ങോട്ട് എന്താ നടക്കുന്നത്? സബ്കാ സാത്ത് സബ്കാ വികാസ്, എല്ലാവരുടെ ഒപ്പം നിൽക്കുന്ന ഒരു സർക്കാർ, എല്ലാവർക്കും വികസനം കൊണ്ടുവരുന്ന ഒരു സർക്കാർ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുവന്നാണ് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് ജയിച്ചു വന്നത്. അധ്വാനിക്കുന്നവർക്കും കർഷകർക്കും തൊഴിലാളികൾക്കും യുവാക്കൾക്കും നിരവധി വാഗ്ദാനങ്ങളായിരുന്നു. സ്ത്രീകൾ നിരന്തരം ആക്രമിക്കപ്പെടുന്നു, അതുകൊണ്ട് മോദിയെ തെരഞ്ഞെടുക്കൂ എന്നായിരുന്നു. കർഷകർക്ക് സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത മാതിരി ഉൽപാദന ചെലവിനേക്കാളും 50% കൂടുതൽ താങ്ങുവില ഉറപ്പുവരുത്തും. കർഷക തൊഴിലാളികൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ 200 ദിവസം തൊഴിലവസരവും കൂടുതൽ കൂലിയും നൽകും. യുവാക്കൾക്ക് എല്ലാ വർഷവും 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്നിങ്ങനെ നിരവധി വാഗ്ദാനങ്ങൾ. ഈ 10-11 വർഷങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ 10-11 വർഷങ്ങൾക്കിടയിൽ ഒന്ന്, വർഗീയ ധ്രുവീകരണം നിരന്തരമായി അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു സർക്കാരാണ്. 2014 തന്നെ നിരവധി ആൾക്കാരെയാണ് ആക്രമിച്ചുകൊണ്ട്, യുക്തിവാദികളെയും എഴുത്തുകാരെയും പത്രപ്രവർത്തകരെയും മാധ്യമപ്രവർത്തകരെയൊക്കെ ആക്രമിച്ചുകൊണ്ട് നിരവധി ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടു, ദാബോൽക്കർ കൊല്ലപ്പെട്ടു, MM കൽബുർഗി കൊല്ലപ്പെട്ടു. അങ്ങനെ നിരവധി ആൾക്കാരെ കൊന്നൊടുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ, അതിന് ഒത്താശ ചെയ്യുന്ന ഒരു സർക്കാർ, അതിന്റെ ഒപ്പം തന്നെ കോർപ്പറേറ്റ് കൊള്ളയ്ക്ക് വഴിയൊരുക്കുന്ന ഒരു സർക്കാർ. ഒരു ഭാഗത്ത് വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുന്നു, അതിന്റെ ഒപ്പം തന്നെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ലാഭം കൊയ്യാനുള്ള, കൊള്ള ലാഭം കൊയ്യാനുള്ള അവസരം സൃഷ്ടിക്കുന്ന ഒരു സമീപനം. ഈ നയത്തിന്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? കർഷകന്റെ ആത്മഹത്യകൾ ഇല്ലാതാവും എന്ന് പറഞ്ഞു വന്ന ഒരു സർക്കാരാണ്. ഇന്നെന്താ സംഭവിക്കുന്നത്? കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ സർക്കാർ കണക്ക് പ്രകാരം 5 ലക്ഷത്തോളം കർഷകരും കർഷക തൊഴിലാളികളും ദിവസക്കൂലിക്ക് തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ, ഡെയിലി വേജ് വർക്കേഴ്സ്, ആത്മഹത്യ ചെയ്തു എന്നാണ് സർക്കാരിന്റെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക്. ഈ 5 ലക്ഷത്തിൽ പാട്ടകൃഷിക്കാർ ഉൾപ്പെടുന്നില്ല, ആദിവാസി ദലിത് വിഭാഗത്തിൽപ്പെട്ടവർ ഉൾപ്പെടുന്നില്ല, സ്ത്രീകൾ ഉൾപ്പെടുന്നില്ല. ചില സംസ്ഥാനങ്ങൾ സത്യാവസ്ഥ തുറന്നു പറയാൻ തയ്യാറല്ല. അപ്പോൾ ഇതിനേക്കാളും ഭയാനകമായ ഒരു സ്ഥിതിയാണ് ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ളത്. ഞാൻ തിരൂരിലോട്ട് വരുന്നത് 3 ദിവസത്തെ വിദർഭ യാത്രയ്ക്ക് ശേഷമാണ്. ആ